ഈ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ എന്ത് പറ്റും? അതേപോലെ തന്നെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചാൽ എന്ത് പറ്റും? നമുക്ക് കുറച്ച് പെട്രോളിലും ഡീസലിലും തീയിട്ട് കത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ വാറ്റിയെടുത്തിട്ടാണ് നമുക്ക് പെട്രോളും ഡീസലും മണ്ണെണ്ണ എല്ലാം കിട്ടുന്നത്. 40 ഡിഗ്രി തൊട്ട് 200 ഡിഗ്രി വരെ ടെമ്പറേച്ചറിലാണ് വാറ്റുന്നതെങ്കിൽ നമുക്ക് പെട്രോൾ കിട്ടും. ലീനിയർ മോഷനിൽ കറങ്ങുന്ന പിസ്റ്റൺ കാരണം എങ്ങനെയാണ് വണ്ടിയുടെ ടയർ കറങ്ങുന്നത്? എങ്ങനെയാണ് ഇത് സർക്കുലർ മോഷനായി മാറണേ? അതായത് ഞാനിവിടെ ഒരു സിറിഞ്ചിൽ 20 ml പെട്രോളും 20 ml ഡീസലും എടുക്കുന്നുണ്ട്. ഡീസൽ എടുത്തിട്ട് വെയിറ്റ് നോക്കുകയാണ്. നമ്മളിവിടെ അടുത്തൊരു പരിപാടി ചെയ്യാൻ പോണത് 20 ml പെട്രോളും 20 ml ഡീസലും നമ്മളൊരു ഇതിനകത്ത് എടുത്തിട്ട് കത്തിക്കാൻ പോവാണ്. നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് നിറച്ച് ഐസ് ഇടാം. ഐസ് ഇട്ടിട്ട് അതിനകത്ത് ഇച്ചിരി പെട്രോൾ ഒഴിക്കാം. എന്നിട്ട് കത്തുമെന്ന് നോക്കാം. വീണ്ടും പ്രഷർ കൂടും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിയിൽ ഈ നമ്മുടെ പിസ്റ്റൺ താഴത്തേക്കാവും. ഈ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ എന്ത് പറ്റും? അതേപോലെ തന്നെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചാൽ എന്ത് പറ്റും? നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ പെട്രോളും ഡീസലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഞാനിവിടെ കുറച്ച് പെട്രോളും ഡീസലും എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലേ, ഞാൻ ഒരു ഗ്ലാസ്സിൽ ഡീസൽ എടുത്തു. ഇത് ഡീസലാണേ. അതേപോലെ തന്നെ വേറൊരു ഗ്ലാസ്സിൽ ഞാൻ പെട്രോൾ എടുത്തു. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീസലിനകത്ത് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും നമുക്കൊരു എണ്ണമയം ഫീൽ ചെയ്യും. എന്നാൽ പെട്രോളിനകത്ത് നമ്മൾ കൈയിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അങ്ങനെ എണ്ണമയം ഒന്നും ഫീൽ ചെയ്യില്ല. പെട്രോള് ഒരു ലൂബ്രിക്കൻ്റ് അല്ല, എന്നാൽ ഡീസൽ ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അതിനകത്തൊരു എണ്ണമയം ഉണ്ട്. ഇനി നമ്മൾ ഈ പെട്രോളും ഡീസലും കത്തിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ ഈ പെട്രോൾ അങ്ങ് കത്തിക്കാൻ പോവുകയാണ്. പെട്രോളിൽ കത്തിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ പെട്രോൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തീ ഇടുന്നില്ല. അതായത് ഇതിനകത്ത് പെട്രോൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടാണ് തീ കൊടുക്കുന്നത്. അപ്പോൾ നോക്കിക്കോട്ടോ, പെട്രോൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാം. പെട്രോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ അകത്തേക്ക് തീയിട്ടില്ല, അല്ലാതെ തന്നെ പെട്രോൾ കത്തി. ഇനി ഡീസൽ കത്തിക്കാൻ പോവുകയാണ് ഞാൻ. ഡീസലിൻ്റെ അകത്തേക്ക് ഞാൻ തീ ഇട്ടു. ഡീസലിൻ്റെ അകത്തേക്ക് തീ ഇട്ടിട്ട് പോലും ഡീസൽ കത്തണില്ല. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ ഡീസൽ കത്താത്തൊരു ഫ്യൂവലാണോ? ഇവിടെയാണ് ഫ്ലാഷ് പോയിന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനം കത്താൻ ആയിട്ട് അതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം. ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിയാലാണ് ഏതൊരു ഇന്ധനം കത്തുള്ളൂ. പെട്രോളിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് -43 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊന്നും മൈനസിലേക്ക് ടെമ്പറേച്ചർ പോണു പോലുമില്ല. അപ്പോൾ ഈസി ആയിട്ട് പെട്രോൾ കത്തും. -43 താഴത്തേക്ക് ടെമ്പറേച്ചർ പോയാലാണ് പെട്രോൾ കത്താണ്ടിരിക്കുകയുള്ളൂ. ഇനി ഡീസലിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഡീസലിൻ്റെ കേസിൽ ഡീസലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് 52 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 96 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഡീസൽ നമ്മൾ ചൂടാക്കിയാലാണ് ഡീസൽ കത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഡീസൽ ഒന്ന് ചൂടാക്കി നോക്കാം, എന്നിട്ട് കത്തിക്കാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഞാനിവിടെ ഡീസൽ ചൂടാക്കുവാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ഡീസൽ എടുത്തു, അതിനിവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തു ഡീസൽ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവനെ ഞാൻ ചൂടാക്കുവാണ്. ഒരു 52 ഡിഗ്രിയുടെ മണ്ടയിലാവുകയാണെങ്കിൽ ഇത് കത്തുള്ളൂ. ഇതാ ചൂടാക്കുവാണ്, അടിയിൽ തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീസൽ ഞാൻ ഏകദേശം ചൂടാക്കിയിട്ടുണ്ട്. ഈ ചൂടാക്കിയ ഡീസൽ, അതായത് ഏകദേശം ഇത് 60-70 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും ഇപ്പോൾ ഡീസലിന്. ഇപ്പോൾ ചൂടാക്കിയ ഡീസലിന് ഈ ഡീസൽ നമ്മൾ തീയിട്ട് നോക്കാം, കത്തുമെന്നറിയാം. നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. കണ്ടോ, ഡീസൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ കത്തും. കണ്ടോ, ഇപ്പോൾ ഡീസൽ കത്തുണ്ട്. ഈ വ്യത്യാസം തന്നെയാണ് പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും മെയിൻ വ്യത്യാസം. നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, പെട്രോളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തീ ഇട്ടില്ല, അതിൻ്റെ മുകളിലാണ് പിടിച്ചത്. എന്നിട്ട് വരെയും പെട്രോളിന് കത്ത് പിടിച്ചു. അതിൻ്റെ കാരണം എന്താണ്? കാരണം പെട്രോള് -43 തൊട്ട് -40 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ വേപ്പർ ആവാൻ തുടങ്ങും. നമ്മൾ കുറച്ച് പെട്രോൾ ഇങ്ങനെ തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിനകത്ത് പെട്രോളൊന്നും ഉണ്ടാവില്ല, എല്ലാം വേപ്പറായിട്ട് പോകും. എന്നാൽ ഡീസൽ തുറന്നു വെച്ചാലോ ആ പ്രശ്നം വന്നില്ല. കാരണം പെട്രോൾ വേപ്പറായിട്ട് പോവാണ്. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്രോൾ എടുത്ത് ഇങ്ങനെ വെക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ പെട്രോൾ വേപ്പറായിട്ട് പോകും. അപ്പോൾ ഇവിടെ തീ പിടിച്ചാലും മതി, ഈ വേപ്പർ ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇവിടെ തീ പിടിച്ചിട്ട് ഇത് മൊത്തത്തിൽ കത്ത് പിടിക്കും. ഡീസലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് വേപ്പർ ആവണില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചാലും കത്തൂല. ഈവൻ ഡീസലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ പോലും കത്തൂല. കാരണം എന്താണ്? ഡീസൽ കത്തണമെന്നുണ്ടെങ്കിൽ മിനിമം 52 ടു 96 ഡിഗ്രി സെൽഷ്യസ് ഡീസൽ ചൂടാവണം. അപ്പോൾ പെട്രോളിനും ഡീസലിനും ഈ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഇതനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഇതിനെ എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കാറ്, ബൈക്ക്, സ്കൂട്ടർ, ചെറിയ ജനറേറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം നമ്മൾ പെട്രോളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ വണ്ടികളുണ്ടല്ലോ, ട്രക്ക്, ബസ്, ലോറി, ടിപ്പർ, ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ, അതുപോലെ JCB, പിന്നെ വലിയ വലിയ ജനറേറ്ററുകൾ,
ഇങ്ങനെ വലിയ പവർ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വലിയ പവർ വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ വേണം. ചെറിയ പവർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ മതി. ഈ പെട്രോളും ഡീസലും എന്താ സംഭവം എന്ന് നമുക്കറിയാലോ. ഇത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ക്രൂഡ് ഓയിൽ കിട്ടുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണടിഞ്ഞ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഫോസിൽ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടുന്നത്. ഇവയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. അതായത് ഹൈഡ്രജനും കാർബണും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ വാറ്റിയെടുക്കൽ. ഈ വാറ്റിയെടുത്തിട്ടാണ് ക്രൂഡ് ഓയിൽ വാറ്റിയെടുത്തിട്ടാണ് നമുക്ക് പെട്രോളും ഡീസലും മണ്ണെണ്ണ എല്ലാം കിട്ടുന്നത്. തന്മാത്രകളുടെ വലുപ്പത്തിനനുസരിച്ചുള്ള വ്യത്യാസം കാരണമാണ് ഇവ വേറെ വേറെയായി മാറുന്നത്. 40 ഡിഗ്രി തൊട്ട് 200 ഡിഗ്രി വരെ ടെമ്പറേച്ചറിൽ നമ്മൾ വാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ കിട്ടും. ഈ കിട്ടുന്ന പെട്രോളിൻ്റെ തന്മാത്ര ചെറുതായിരിക്കും. എന്നാൽ 200 ഡിഗ്രി തൊട്ട് 300 ഡിഗ്രി വരെയും ടെമ്പറേച്ചറിൽ നമ്മൾ വാറ്റുമ്പോൾ നമുക്ക് കെറോസിൻ കിട്ടും, മണ്ണെണ്ണ. 250 തൊട്ട് 350 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിലാണ് നമ്മൾ വാറ്റുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ തന്മാത്ര കിട്ടും. അവനാണ് ഡീസൽ. ഇങ്ങനെയാണ് പെട്രോളും ഡീസലും കിട്ടുന്നത്. ഈ പെട്രോളും ഡീസലൊക്കെ എന്തുകൊണ്ടാണ് കത്തണത്? കാരണം അതിൻ്റെ അകത്ത് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. ഈ ഹൈഡ്രോ കാർബൺസ് ഉള്ളത് കൊണ്ടാണ് പെട്രോളും ഡീസലും കത്തുന്നത്. പെട്രോളിൽ 5 തൊട്ട് 11 വരെയും കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. എന്നാൽ ഡീസലിലാവട്ടെ അത് 12 തൊട്ട് 20 കാർബൺ ആറ്റംസ് വരെയും ഡീസലിലുണ്ട്. അതുകൊണ്ട് ഡീസലിന് കൂടുതലും എനർജി തരാൻ പറ്റും. ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ഹൈഡ്രജന്റെയും, ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എച്ച്, നമ്മുടെ വെള്ളത്തിലൊക്കെ ഉള്ള എച്ച്, ഹൈഡ്രജൻ. എച്ചിന്റെയും കാർബൺ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ജീവജന്തുക്കളും, എല്ലാ ചെടി, നമ്മളും എല്ലാ സാധനവും ഉണ്ടായിരിക്കണ കാർബൺ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം കാർബൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും കാർബണിന്റെയും കുറെ ചെയിൻസ് ആണ് ഈ പെട്രോളിലും ഡീസലിലും ഉള്ളത്. കൂടുതലും ഹൈഡ്രോ കാർബൺസ് ഉള്ളത് എന്തിനാണ്? ഡീസലിലാണ്. ഹൈഡ്രോ കാർബൺസ് കൂടുന്നതിന്റെ അതിന്റെ റേഷ്യോ അനുസരിച്ചാണ് ഇതിന്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസലിന് കൂടുതൽ എനർജി ഡെൻസിറ്റി ഉണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കാം, എനർജി ഡെൻസിറ്റി എന്നുള്ളത് എന്താണെന്ന്. അതായത് എനിക്കിപ്പോൾ കുറച്ച് ബാർബിക്യൂ ചെയ്യണം, ചിക്കൻ ബാർബിക്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 കിലോ പേപ്പർ എടുത്തിട്ട് കത്തിച്ചിട്ട് ചിക്കൻ ബാർബിക്യൂ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1 കിലോ പേപ്പർ വെച്ചിട്ട് എനിക്ക് ചിക്കൻ ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. എന്നാൽ ഞാൻ 1 കിലോ പേപ്പറിന് പകരം 1 കിലോ ചാർക്കോൾ എടുത്തിട്ടാണ് ബാർബിക്യൂ ചെയ്യാൻ പോണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും 1 കിലോ തന്നെയല്ലേ? പിന്നെ എന്താ വ്യത്യാസം? പേപ്പർ പെട്ടെന്ന് കത്ത് പിടിക്കും. അപ്പോൾ ടപ്പയെന്നും പറഞ്ഞ് കത്തും, ടപ്പയെന്നും പറഞ്ഞ് തീരുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ചാർക്കോൾ കത്ത് പിടിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ വൺസ് കത്ത് പിടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കത്തിക്കോളും. നമുക്ക് 1 കിലോ ചിക്കൻ അല്ല, അതിൽ കൂടുതൽ ചിക്കനും വേണമെങ്കിൽ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് പെട്രോളും ഡീസലും തമ്മിലുള്ള വ്യത്യാസം. പെട്രോൾ ടപ്പയെന്നും പറഞ്ഞ് കത്തും, അത് തരുന്ന എനർജി ഡെൻസിറ്റി കുറവായിരിക്കും. എന്നാൽ ഡീസൽ തരുന്ന എനർജി ഡെൻസിറ്റി, അത് ഉണ്ടാക്കുന്ന എനർജി കൂടുതലായിരിക്കും. ഒരു ഉദാഹരണത്തിന് 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ ഡീസൽ എടുത്തു എന്ന് വിചാരിച്ചോ. 1 ലിറ്റർ പെട്രോൾ, ഒരു ഉദാഹരണം പറയാണ്, തരുന്ന എനർജി 100 ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 10 to 15% എനർജി കൂടുതലായിരിക്കും ഡീസൽ തരുന്ന എനർജി. അതായത് ഡീസലിന് ഒരു 110 തൊട്ട് 115 എനർജി വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹെവി ലോഡ് വഹിക്കുന്ന വാഹനങ്ങൾക്ക്, ഇപ്പൊ ട്രക്ക്, JCB, ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10, 40, 60 പേർക്ക് പോകേണ്ട ഒരു വണ്ടിയാണ്. അത്രയും വലിയൊരു വണ്ടിയിൽ നമ്മൾ പെട്രോളിന് പകരം ഡീസൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്നാൽ പിന്നെ എല്ലാ വണ്ടിക്കും ഡീസൽ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? നമുക്ക് കൂടുതൽ എനർജി ഡെൻസിറ്റി, അതായത് മൈലേജും കൂടുതൽ കിട്ടും, പരിപാടി എളുപ്പമാണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെട്രോളും ഡീസലും രണ്ടും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. അതായത് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കമ്പഷൻ കത്തുന്ന എഞ്ചിൻ. അപ്പോൾ ഉള്ളിൽ കത്തുന്ന എഞ്ചിനാണ് പെട്രോളും ഡീസലും. ഈ രണ്ട് എഞ്ചിന്റെ ബേസിക് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് പെട്രോൾ എഞ്ചിനും അതെ ഡീസൽ എഞ്ചിനും അതെ ഒരു സിലിണ്ടർ ഉണ്ട് ഇതുപോലെ. ഈ സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ഈ പിസ്റ്റന്റെ ഈ സൈഡിൽ ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഈ കണക്റ്റിംഗ് റോഡ് ഒരു ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അതായത് നമ്മുടെ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും പോവാണ്. അതൊരു ലീനിയർ മോഷനാണ്. ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്ക് ഇങ്ങനെ പോണു. ഇങ്ങനെയുള്ള ലീനിയർ മോഷനെ ഈ കണക്റ്റിംഗ് റോഡ് വെച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുത്തിട്ട് അതൊരു സർക്കുലർ മോഷനാക്കും. ഇങ്ങനെ സർക്കുലർ മോഷനാക്കും. ഇതാണ് ഈ എഞ്ചിൻ്റെ അകത്ത് നടക്കുന്ന പരിപാടി. അങ്ങനെയാണ് അത്. ബാക്കി വേറെ കുറേ പരിപാടി ഉണ്ട്. എന്നിട്ടാണ് ഇത് ടയർ ഇങ്ങനെ സർക്കുലർ മോഷനിൽ കറങ്ങണത്. അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ആക്കണം. ഈ പിസ്റ്റൺ ആരാണ് താഴത്തേക്കും മുകളിലേക്കും ആക്കണത്? ഈ പിസ്റ്റൺ ഇരിക്കണതാണെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ അകത്ത്, എന്നിട്ട് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം.
ഇത് ആക്കാനാണ് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്യണ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഈ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ആവണം. അപ്പോൾ ഇത് ആക്കേണ്ട പരിപാടിയാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ പരിപാടി, പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ. അപ്പോൾ ഇതിങ്ങനെ വെക്കണ സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടോ? ഈ ഗ്യാപ്പിൻ്റെ അകത്ത്, അതായത് ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഈ പിസ്റ്റൺ ഇങ്ങനെ വെക്കുമ്പോൾ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇങ്ങനെ മുകളിലേക്ക് വന്ന്, ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇങ്ങനെ മുകളിലേക്ക് വന്ന്, അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇവിടെ വരെയും വരും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കുന്നത്. എന്നിട്ട് അത് കത്തിക്കും. അത് കത്തിക്കണ സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒന്നാമത് തന്നെ ഹൈ പ്രഷറാണ്, ഇപ്പൊ തന്നെ ഹൈ പ്രഷറാണ്, വീണ്ടും പ്രഷർ കൂടും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിയിൽ ഈ നമ്മുടെ പിസ്റ്റൺ താഴത്തേക്കാവും. താഴത്തേക്കാവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ സൈഡിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുത്തിട്ട് അത് കറങ്ങും. അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിലേക്ക് വരാം. പെട്രോൾ എഞ്ചിനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും കുറച്ച് എയറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. സ്പാർക്ക് പ്ലഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ചെറിയൊരു തീപ്പൊരി കൊടുക്കും. തീപ്പൊരി കൊടുക്കുമ്പോഴേക്കും ഇത് കത്താൻ തുടങ്ങും, പെട്രോൾ കത്താൻ തുടങ്ങും. അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിയിൽ ഈ പിസ്റ്റൺ താഴത്തേക്ക് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെട്രോള് നേരത്തെ കാണിച്ചല്ലോ, പെട്രോൾ ജസ്റ്റ് ഒരു തീ കൊടുത്താൽ കത്തും. പക്ഷെ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പിസ്റ്റൺ താഴത്തേക്ക് കൊണ്ടുവരാനുള്ള അത്ര എനർജി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ അകത്ത് കംപ്രഷൻ നടക്കും. അതായത് ആദ്യമേ ഇത് ചെയ്യും, ആദ്യമേ കംപ്രഷൻ ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള വായുവിനെ കംപ്രസ് ചെയ്യും. സാധാരണ രീതിയിൽ പെട്രോൾ എഞ്ചിനിൽ 8:1 റേഷ്യോ ടു 12:1 റേഷ്യോയിലാണ് കംപ്രഷൻ നടക്കുന്നത്. അതായത് ഇതാണ് സിലിണ്ടറെങ്കിൽ, ഈ സിലിണ്ടർ ഇപ്പോൾ ഇത്ര വായു ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊരു ആവറേജ് 10:1 റേഷ്യോയിലാണ് പെട്രോൾ എഞ്ചിനിൽ കംപ്രഷൻ നടക്കണമെന്ന് ജനറൽ ആയിട്ട് പറയാം. ചില വണ്ടിയിൽ 8:1, ചിലതിൽ 12:1. അപ്പോൾ ഈ സിലിണ്ടറിനെ നമ്മൾ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിങ്ങനെ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പിസ്റ്റൺ ഇത്രയും പൊക്കി ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും വായുവിനെ കംപ്രസ് ചെയ്തേക്കുവാണ്. അങ്ങനെയാണ് പെട്രോൾ എഞ്ചിനിൽ വായുവിനെ കംപ്രസ് ചെയ്തത്. എന്തിനാ കംപ്രസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കംപ്രസ് ചെയ്ത എയർ ആണെങ്കിൽ കൂടുതലും പെട്രോൾ കത്തും, അപ്പോൾ കൂടുതൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ പിസ്റ്റണെ താഴത്തേക്ക് വളരെ എനർജിയോടെ, നല്ല പവറോടെ താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതാണ് പെട്രോൾ എഞ്ചിനിൽ നടക്കണേ. ഇനി നമ്മൾ ഈ പെട്രോൾ എഞ്ചിനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡീസൽ ഒഴിക്കുകയെന്ന് വെച്ചോ, ഡീസൽ ഒഴിച്ച് എന്താ സംഭവിക്കാൻ പോണേ? ഡീസൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ ഈ സിലിണ്ടർ മാക്സിമം ഈ ഒരു ആവറേജ് 10:1 റേഷ്യോയിലാണ് ഇത് കംപ്രഷൻ നടക്കുന്നത്. അതിനകത്തേക്ക് കൊണ്ട് ഡീസൽ ഒഴിച്ചില്ലെങ്കിൽ കഴിഞ്ഞാൽ ഡീസൽ കത്തില്ല. കാരണം നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ, ഡീസൽ വെറുതെ തീയിട്ടാൽ കത്തൂല. ഡീസൽ കത്തണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ വേണം. അപ്പോൾ ഡീസൽ എഞ്ചിനിൽ ചെയ്യണ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീസൽ എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. പെട്രോൾ എഞ്ചിനിൽ ആവറേജ് കംപ്രഷൻ എന്ന് വെച്ചാൽ 10:1 ആണ്. എന്നാൽ ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ 15:1 ടു 22:1 റേഷ്യോയിലാണ്. അതായത് ഈ ഒരു സിലിണ്ടറെ നമ്മളൊരു 22 ഭാഗമായിട്ട് ഭാഗിക്കുകയാണ്. അതിൻ്റെ ഇതിൻ്റെ പിസ്റ്റൺ അതിൻ്റെ 21 സ്ഥലങ്ങളിലും ഇങ്ങനെ ഇരിക്കുകയാണ്. അത്രയും കംപ്രസ് ചെയ്യും അതിൻ്റെ വായുവിനെ. അത്രയും കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഡീസൽ എഞ്ചിൻ്റെ ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള താപനില എന്ന് പറയുന്നത് ഏകദേശം 500 ടു 800 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിൻ്റെ അകത്തേക്കാണ് ഡീസൽ ഒഴിക്കണത്. അങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കണത്. അപ്പോൾ അതിനകത്തേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ഡീസൽ കത്താൻ തുടങ്ങും. നമ്മൾ പെട്രോൾ എഞ്ചിനിൽ കൊണ്ട് ഡീസൽ ഒഴിച്ചാൽ ഡീസൽ കത്തൂല, അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഒഴിച്ച് എന്തെങ്കിലും പറ്റുമോ? ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഒഴിച്ചുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീസൽ എഞ്ചിൻ ഭയങ്കര കംപ്രസ് ആയിട്ടിരിക്കുകയാണ്. 20:1 റേഷ്യോ അല്ലെങ്കിൽ 22:1 റേഷ്യോ ആ റേഞ്ചിലേക്കാണ് ഡീസൽ എഞ്ചിൻ്റെ ഇത് കംപ്രസ് ആയിരിക്കുന്നത്. അതിനകത്തേക്ക് കൊണ്ട് പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം കൂടെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എങ്ങനെയാണ് ഈ ലീനിയർ മോഷനെ റൊട്ടേഷണൽ മോഷൻ ആക്കണേന്ന്. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയൊരു സംഭവം, ഒരു തട്ടിക്കൂട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നോക്കിക്കോട്ടോ, ഇതൊന്നും നിങ്ങൾ കണ്ടു. സ്കെയിൽ ഉണ്ടോ? ഇതാണ് പിസ്റ്റൺ എന്ന് വിചാരിച്ചോ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഞാൻ അവിടെ ചെയ്യണേ ഈ സ്കെയിൽ മുകളിലേക്കും താഴത്തേക്കും ആക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് കറങ്ങണേന്നാണ് നോക്കണത്. ഇവിടെ നോക്കിക്കോട്ടോ, സ്കെയിൽ ഞാൻ താഴത്തേക്ക് ആക്കുവാണ്. അപ്പോൾ ഇത് കറങ്ങണം നോക്കിക്കോ, കണ്ടോ? എന്നിട്ട് സ്കെയിൽ ഇവിടെ നിന്ന് എത്തിയപ്പോൾ ഞാൻ മുകളിലേക്ക് ആക്കുവാണ്. സ്കെയിൽ മുകളിലേക്ക് വഹിക്കുമ്പോൾ ദൈവം കറങ്ങണുണ്ടോ? സ്കെയിൽ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നു കറങ്ങണം. അങ്ങനെയാണ് ലീനിയർ മോഷനെ നമ്മൾ റൊട്ടേഷണൽ മോഷനാക്കി മാറ്റണത്. ഈ ലീനിയർ മോഷനെ റൊട്ടേഷണൽ മോഷൻ ആക്കണ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷനും ആക്കി മാറ്റാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അതായത് ഒരു ലീനിയർ മോഷനെ റൊട്ടേഷൻ മോഷൻ ആക്കാനും നേരെ തിരിച്ച് റൊട്ടേഷൻ മോഷനെ ലീനിയർ മോഷൻ ആക്കണതിനും പറയുന്ന പേര് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്നാണ്.
ഇവിടെ നമ്മൾ ലീനിയർ മോഷനെ റൊട്ടേഷൻ മോഷൻ ആക്കണം. നമ്മളിപ്പോൾ പറഞ്ഞു ഡീസൽ എഞ്ചിന് കംപ്രഷൻ റേഷ്യോ 15:1 to 22:1 വേണമെന്നും പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 8:1 to 12:1 ആ റേഷ്യോയിലാണ് കംപ്രഷൻ നടക്കണമെന്ന്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, നമ്മൾ എന്തിനാണ് പെട്രോളും ഡീസലും അടിക്കുന്നത്? ഈ പിസ്റ്റണെ താഴോട്ടും മുകളിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി. അതിനുവേണ്ടിയാണല്ലോ പെട്രോളും ഡീസലും അടിക്കുന്നത്. അപ്പോൾ ഈ പെട്രോളും ഡീസലും കത്താൻ എന്ത് വേണം? കംപ്രഷൻ നടക്കണം. അതായത് ഈ സിലിണ്ടറിലുള്ള വായുവിനെ കംപ്രസ് ചെയ്യണം. 10:1 22:1 ഒക്കെ കംപ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കംപ്രഷൻ നടന്നാൽ മാത്രമാണ് നമ്മൾ ഒഴിക്കുന്ന ഇന്ധനം കത്തുള്ളൂ. കത്തിക്കഴിഞ്ഞാൽ മാത്രമേ പിസ്റ്റൺ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിസ്റ്റൺ മൂവ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഈ ആദ്യത്തെ കംപ്രഷൻ നടന്നത്? ഫസ്റ്റ് കംപ്രഷൻ നടന്നാലല്ലേ നമുക്ക് നമ്മുടെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കത്തുള്ളൂ, അല്ലെങ്കിൽ കത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഈ കംപ്രഷൻ നടക്കണേ? വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ പെട്രോളും ഡീസലും എങ്ങനെ കത്തും? കാരണം അപ്പോൾ ആ സമയത്ത് പിസ്റ്റൺ ഇവിടെ അല്ലല്ലോ ഇരിക്കണത്. കംപ്രഷൻ നടക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ആ കീ തിരിക്കില്ലേ, കീ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ആദ്യത്തെ പിസ്റ്റൺ മൂവ് ചെയ്യണത് എങ്ങനെയാണ്? അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് സ്റ്റാർട്ടർ മോട്ടർ ഉണ്ട്, അത് കറങ്ങും. അത് കറങ്ങിയിട്ട് ഫ്ലൈ വീല് കറങ്ങിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങി ആ ക്രാങ്ക് ഷാഫ്റ്റ് വഴിയാണ് പിസ്റ്റൺ മൂവ് ചെയ്യണത്. ഈ പണ്ടത്തെ കാറുകളിലൊക്കെ നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്താലും വേണമെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴേക്കും ബാറ്ററി അങ്ങ് ഡ്രെയിൻ ആയി പോയി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പിസ്റ്റൺ മുകളിലേക്ക് പോകാനുള്ള കംപ്രഷൻ കൊടുക്കാനായിട്ട് ഉള്ള ഇലക്ട്രിസിറ്റി ഇല്ല. അതാണ് ഇതിന്റെ പ്രശ്നം വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബൈക്കിലും കാറിലൊന്നും ഡീസൽ എഞ്ചിൻ വെക്കാത്തത്? ചില കാറുകളിൽ ഡീസൽ എഞ്ചിൻ ഉണ്ട്, പക്ഷെ പൊതുവെ പെട്രോൾ എഞ്ചിനാണ് ഭൂരിഭാഗത്തിലും ഉള്ളത്. ഈ ബൈക്കിൽ ഡീസൽ വെച്ചാൽ പോരെ, ഡീസൽ എഞ്ചിൻ വെച്ചാൽ പോരെ? ഡീസൽ എഞ്ചിൻ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുക്കായിരിക്കും. കാരണം ഈ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കുടുക്കായിരിക്കും, ഭയങ്കര കുടുക്കവും. അപ്പൊ ഇതിന്റെ ഇത്രയും വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് വേണം. അത് നമുക്ക് ഈ ചെറിയ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കിലും സ്കൂട്ടറിലൊന്നും ഡീസൽ എഞ്ചിൻ വെക്കാത്തത്. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ തോറസിൽ ഡീസൽ എഞ്ചിനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഏതാണ്ട് 70 കിലോമീറ്റർ സംതിങ് മൈലേജ് എന്തോ കിട്ടും. ആ വണ്ടി യൂസ് ചെയ്ത, ഞാൻ ആ വണ്ടി യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് യൂസ് ചെയ്ത ആൾക്കാരെല്ലാം പറയണത് അതിന് ഭയങ്കര കുടുക്കാണെന്നാണ്. കാരണം അതുകൊണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മേലാസനം കുടുങ്ങി കുടുങ്ങി ഒരു പരിവാവും. അപ്പൊ അതാണ് ഈ ഡീസൽ എഞ്ചിൻ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ടൂ വീലറിൽ ഇട്ടാലുള്ള പ്രശ്നം വന്നത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒച്ചയായിരിക്കും, ഒച്ചയും കൂടുതലാണ്, കുടുക്കവും കൂടുതലാണ്. നമുക്കിനി വേറൊരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്യാം. അതായത് നമ്മുടെ ഡീസലിനാണ് ഡെൻസിറ്റി കൂടുതൽ. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഡിവൈഡ് ബൈ വോളിയം. അതിനാണല്ലോ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഞാനിവിടെ ഒരു സിറിഞ്ചിൽ 20 ml പെട്രോളും 20 ml ഡീസലും എടുക്കുന്നുണ്ട്. അപ്പോൾ വെയിങ് സ്കെയിൽ ഉണ്ട്, സംഭവം എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ചെയ്യാൻ പോവാണ്. ഞാനൊരു സിറിഞ്ച് എടുത്തിട്ട് 20 ml പെട്രോൾ എടുക്കുകയാണ് ഇതിനകത്ത്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഡീസൽ എടുത്തിട്ട് സെയിം 20, ഇത് വേറെ സിറിഞ്ചാണേ, അപ്പോൾ പെട്രോളിൻ്റെ അംശം ഉണ്ടാവില്ലല്ലോ. ഈ സ്കെയിൽ ഇരിക്കുന്നത് 0 ഗ്രാമിലാണ്. നമ്മൾ ആദ്യം ഗ്ലാസിൻ്റെ വെയിറ്റ് മാത്രം ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഏകദേശം 2 ഗ്രാമാണ് ഗ്ലാസിൻ്റെ വെയിറ്റ്. നമ്മൾ 20 മില്ലി പെട്രോൾ ഒഴിച്ച് വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം 15 ഗ്രാം, അതായത് 15 മൈനസ് 2 ഈ ഗ്ലാസിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഏതാണ്ട് 13 ഗ്രാം വെയിറ്റ് ആണ് 20 മില്ലി പെട്രോളിനുള്ളത്. ഇനി നമ്മൾ ഡീസൽ എടുത്തിട്ട് വെയിറ്റ് നോക്കുകയാണ്. ഡീസൽ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 18 ഗ്രാം ഉണ്ട്. 18 മൈനസ് 2 അപ്പോൾ ഏതാണ്ട് 20 മില്ലി പെട്രോളിന് ഏതാണ്ട് 16 ഗ്രാം വെയിറ്റ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡീസലിനാണ് വെയിറ്റ് കൂടുതലെന്ന്. അപ്പോൾ ഇതിന്റെ വോളിയം എന്ന് വെച്ചാൽ 20 മില്ലി ലിറ്റർ ആണ് ഇതിന്റെ വോളിയം. 20 മില്ലി ലിറ്റർ വോളിയം രണ്ടിനെ, പെട്രോളിന്റെ ഡീസലിന്റെ. മാസ് ഡീസലിനാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി അതിനായിരിക്കും കൂടുതൽ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റി കൂടുതൽ ഡീസലിനായിരിക്കും. നമുക്കിവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടിയ ഡീസലിന്റെയും പെട്രോളിന്റെയും ഡെൻസിറ്റിയും നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, പെട്രോളിന്റെയും ഡീസലിന്റെ ഡെൻസിറ്റി എന്താന്ന്. അപ്പോൾ ഇതിന്റെ വാല്യൂ നോക്കുമ്പോഴേക്കും ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് ഞാൻ ഇത് നമ്മുടെ സ്കെയിൽ അത്ര കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലല്ല. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എത്രയൊക്കെ സിറിഞ്ചിൽ നിന്ന് നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരി അംശം സിറിഞ്ചിനകത്ത് ഈ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള വാല്യൂ ഇല്ല, പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഗൂഗിളിലെ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ 1 ലിറ്റർ ഡീസലും 1 ലിറ്റർ പെട്രോളും മേടിച്ചിട്ട് കറക്റ്റായിട്ട് മേടിച്ചിട്ട് നിങ്ങളത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഡീസലിനായിരിക്കും വെയിറ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഡീസലിന് ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. ഇനി ഡെൻസിറ്റി കൂടിയ എന്താ പ്രത്യേകത?
നമ്മളിവിടെ അടുത്തൊരു പരിപാടി ചെയ്യാൻ പോണത് 20 ml പെട്രോളും 20 ml ഡീസലും നമ്മളൊരു ഇതിനകത്ത് എടുത്തിട്ട് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഡീസൽ ഞാനൊരു 10-60 ഡിഗ്രി ചൂടാക്കിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കത്തിക്കണ സമയത്ത് ഒരേ സമയത്താണ് ഡീസലും പെട്രോളും ഞാൻ കത്തിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നേരം കത്തുന്നത് പെട്രോളാണോ ഡീസലാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് ഡീസലാണ് കൂടുതലും കത്തേണ്ടത്. കാരണം എന്താണ്? അതിനകത്ത് എനർജി ഡെൻസിറ്റി കൂടുതലാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഫോണിന്റെ ചാർജ് തീർന്നുപോയി. അതുകൊണ്ട് എനിക്കിത് മൊത്തം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഈ പെട്രോൾ 20 മില്ലി ലിറ്റർ പെട്രോൾ കത്താനെടുത്ത സമയം എന്ന് വെച്ചാൽ 1 മിനിറ്റും 24 സെക്കൻഡുമാണ്. എന്നാൽ ഡീസൽ കത്താനെടുത്ത സമയം എന്ന് വെച്ചാൽ 2 മിനിറ്റും 32 സെക്കൻഡുമാണ്. പെട്രോൾ 1 മിനിറ്റ് 24, ഡീസൽ 2 മിനിറ്റ് 32 സെക്കൻഡ്. ഡീസൽ കൂടുതൽ നേരം കത്തി. രണ്ടിലും ഞാൻ ഉപയോഗിച്ചത് 20 മില്ലി ലിറ്റർ പെട്രോളും 20 മില്ലി ലിറ്റർ ഡീസലുമാണ്. സെയിം വോളിയത്തിലുള്ള പെട്രോളും ഡീസലുമാണ് എടുത്തത്. അപ്പോൾ ഡീസൽ കൂടുതൽ നേരം കത്തും. കൂടുതൽ നേരം കത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഡീസൽ വെച്ച് കഴിഞ്ഞാൽ. കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും ഡീസലിൽ. ഇതാണ് ഇതിന്റെ ബേസിക് വ്യത്യാസം എന്നുള്ളത്. ഇനി നമ്മുടെ ഫൈനൽ എക്സ്പെരിമെന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡീസൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ സാധാരണ രീതിയിൽ കത്തൂല എന്ന്. പക്ഷേ പെട്രോൾ കത്തും. പെട്രോൾ എത്രമാത്രം മൈനസിൽ പോയാൽ കത്താൻ പറ്റും? ഒരു -40, -43 പെട്രോൾ കത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ -43 ഒന്നും ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ പണി ചെയ്യാം. നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് നിറച്ച് ഐസ് ഇടാം. ഐസ് ഇട്ടിട്ട് അതിനകത്ത് ഇച്ചിരി പെട്രോൾ ഒഴിക്കാം. എന്നിട്ട് കത്തുമെന്ന് നോക്കാം. അതായത് ബേസിക്കലി പെട്രോൾ തണുത്തിരിക്കുന്ന പെട്രോൾ കത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്ത് നിറച്ച് ഐസ് ഇട്ടു. എന്നിട്ട് ഇച്ചിരി പെട്രോൾ ഒഴിച്ചു. എന്നിട്ട് ഇതാണ്ട് തീ കൊടുത്തു. അപ്പോൾ ഇതാണ്ട് പെട്രോൾ കത്തണം. അതായത് മനസ്സിലായില്ലേ? പെട്രോൾ -ഡിഗ്രിയിലും കത്തും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ -ഡിഗ്രി വരെ പെട്രോൾ ആയിട്ടില്ല. പക്ഷേ ഏകദേശം തണുപ്പാലും കത്തും എന്ന് മനസ്സിലായില്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു ഇതാണ്.